ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാംസങ് ഗാലക്സി S20 സീരീസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. സോ വീഡിയോ തുടങ്ങുമ്പോൾ പറയുകയാണ് ഇതൊരു ഇനിഷ്യൽ റിവ്യൂ അല്ല, ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്കാണ്. സോ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് S22 ആണ്. അതോടൊപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ S22 പ്ലസ്സും ഉണ്ട്. സോ ഈ ഒരു രണ്ട് ഡിവൈസസും ഒരേപോലെ തന്നെയാണ്. ഈ ഒരു ക്യാമറ മൊഡ്യൂളിലാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം. സോ നമുക്കിപ്പോൾ ടോട്ടലി കിട്ടുന്ന സോഴ്സ് സാംസങ്ങിൽ നിന്ന് മാത്രമാണ്. മറ്റുള്ളൊരു അൺബോക്സിങ്ങും ആരും ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസ് ആണ് കിട്ടുന്നത്. സോ നമ്മുടെ സ്മാർട്ട് ഫോൺ മാറ്റി വെക്കുകയാണെങ്കിൽ ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് 4 സാധനങ്ങളാണ്. അതായത് നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നത് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഡേറ്റ കേബിളും ഇജക്ഷൻ പിന്നും അതോടൊപ്പം നമ്മുടെ സ്മാർട്ട് ഫോണുമാണ്. നേരെ നമ്മുടെ ഡിവൈസ് എടുക്കാം. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ചാർജർ ലഭിക്കുന്നില്ല. സോ രണ്ട് ഡിവൈസസും കാണാൻ ഒരേപോലെയാണ്, അതായത് നമ്മുടെ S22ഉം S22 പ്ലസും. സോ ഈ ഒരു രണ്ട് ഡിവൈസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ മൊഡ്യൂളിലാണ് വ്യത്യാസം വരുന്നത്. ബട്ട് നമ്മുടെ S22 അൾട്രയ്ക്കകത്ത് വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് കറക്റ്റ് നമ്മുടെ നോട്ട് സീരീസിലുള്ള സ്മാർട്ട് ഫോണാണ്. അതായത് സാംസങ് ഗാലക്സിയുടെ ഏറ്റവും പുതിയ നോട്ട് സീരീസ് സ്മാർട്ട് ഫോണിനെ ജസ്റ്റ് പേര് മാറ്റി കൊണ്ടുവന്നിരിക്കുന്നതാണ്. കാരണം അവർക്ക് ആ നോട്ട് സീരീസ് കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ടോട്ടലി 4 കളേഴ്സാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്കൊരു പച്ചയും കിട്ടുന്നുണ്ട്, അതോടൊപ്പം ഒരു ബ്രൗൺ കളർ ലഭിക്കുന്നുണ്ട്, ഒരു വൈറ്റ് കളറും ഒരു ബ്ലാക്ക് കളർ ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ബോക്സ് ഒന്ന് നോക്കാം. സോ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സോഴ്സ് സാംസങ്ങിൽ നിന്ന് മാത്രമാണുള്ളത്. സോ നേരെ ബോക്സ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഡിവൈസാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ നമ്മുടെ സ്മാർട്ട് ഫോണാണ് ഫ്രണ്ടിലായിട്ടിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ എടുത്ത് മാറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് ബോക്സിനകത്ത് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 4 സാധനങ്ങളാണ്. അതായത് നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഡേറ്റ കേബിളും അതോടൊപ്പം നമ്മുടെ ഇജക്ഷൻ പിന്നെ ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ചാർജർ ലഭിക്കുന്നില്ല. ഇത് ഓൾറെഡി സാംസങ് ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞൊരു സംഭവം തന്നെയാണ്. സോ ഇപ്പം നമ്മുടെ സാംസങ് ഗാലക്സി S20 സീരീസിൽ എല്ലാ സ്മാർട്ട് ഫോൺസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്ത് പറയാനുള്ളത് നമ്മുടെ സാംസങ് ഗാലക്സി S22ൻ്റെ കാര്യം തന്നെയാണ്. ഈ ഒരു സെയിം ഡിസൈൻ അവർ എടുത്തിരിക്കുന്നത് S21 FEയിൽ നിന്ന് തന്നെയാണ്. ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. സോറി, S21 FE അല്ല, S22 FEയിൽ നിന്നുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് S22 കിട്ടുന്നുണ്ട്, S22 പ്ലസ് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു രണ്ട് ഡിവൈസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ S22 അൾട്ര എന്ന് പറയുന്നൊരു ഡിവൈസും കിട്ടുന്നത്. അപ്പോൾ ടോട്ടലി 3 സ്മാർട്ട് ഫോൺസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് മേജർ നോക്കാൻ പോകുന്നത്, അതായത് ഫസ്റ്റ് ലുക്കിൽ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഇൻഡെപ്തിൽ നോക്കാൻ പോകുന്നത് ഗാലക്സി S22 അൾട്ര 5G തന്നെയാണ്. സോ ഇതിൻ്റെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 108 മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സോ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. നമുക്കിതിൻ്റെ അകത്ത് നമ്മുടെ S Pen കൂടെ ലഭിക്കുന്നുണ്ട്. S Pen ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയ ഡിസ്പ്ലേ തന്നെ വേണം. അതുകൊണ്ട് തന്നെ സാംസങ് ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് 6.8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് സീരീസ് സ്മാർട്ട് ഫോണിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ജസ്റ്റ് താഴൊന്ന് പെരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു S Pen വരുന്നതാണ്. സോ അതിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ഉള്ള എക്സിനോസിൻ്റെ 2200 എന്ന് പറയുന്ന ഒരു 4nm ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മേ ബി ഇന്ത്യയിലേക്ക് നമുക്ക് 8Gen പ്രൊസസ്സറായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും എക്സ്പെക്ട് ചെയ്യുന്നത് 8Gen ആണ്. ബട്ട് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സർ എക്സിനോസിൻ്റെ 2200 ആണ്. ഏറ്റവും കൂടുതൽ നല്ല, അതായത് 8Gen ഏറ്റവും നല്ലൊരു പ്രൊസസ്സറാണെന്നാണ് പറയുന്നത്. മേ ബി ഇന്ത്യയിലേക്ക് നമുക്ക് 8Gen ഏറ്റവും നല്ല പ്രൊസസ്സറായ എക്സിനോസ് തന്നെയായിരിക്കും കൊണ്ടുവരുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂവും കാര്യങ്ങളും ഇല്ലെങ്കിൽ നല്ലൊരു പ്രൊസസ്സർ തന്നെയായിരിക്കും നമ്മുടെ എക്സിനോസ് എന്ന് പറയുന്ന പ്രൊസസ്സർ. അപ്പോൾ നമ്മുടെ S21 FEയിലേക്ക്, സോറി, നമ്മുടെ S22ലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഡിസൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ S22 FEയിൽ നിന്നുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ചസ് ആണ്. വളരെ ചെറിയൊരു ഡിസ്പ്ലേ ആണ്. സെയിം as നമ്മുടെ S22 അൾട്രയിൽ തന്നെ കണ്ട അതേ സെയിം ഡിസ്പ്ലേ ആണ്. അതായത് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിൾ ആണ്. നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫ്യൂച്ചറിൽ ലഭിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് സെയിം as നമ്മൾ നേരത്തെ ഉണ്ട് സ്മാർട്ട് ഫോണിൽ അതേ ഡിസ്പ്ലേ, അതായത് അതേ പ്രൊസസ്സർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ 8Gen CPU ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രൊസസ്സറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിനകത്ത് ചിലപ്പോൾ എക്സിനോസിൻ്റെ 2200, അതായത് 4nm ചിപ്സെറ്റ് ആയിരിക്കും കൊണ്ടുവരാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ സാംസങ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു പ്രൊസസ്സർ ജസ്റ്റ് എടുത്തുനിന്ന് മാറ്റാനുള്ള ഒരു സാധ്യത നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ S22 എന്ന് പറയുമ്പം S22 അൾട്രയേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ സീരീസാണ്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രൊസസ്സർ കുറയ്ക്കുന്നതാണ്. അതിനനുസരിച്ച് തന്നെ പ്രൈസും കുറയുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ലുക്ക് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള അൺബോക്സിങ് ആൻഡ് റിവ്യൂ ഇപ്പോൾ മറ്റുള്ള ഒരു സോഴ്സിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാടത്ത് നോക്കി, അങ്ങനെയാണ് പിന്നെ ഞാൻ സാംസങ്ങിൽ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. സോ അവരുടെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്കറിയാം ഇത് വളരെ ഒരു ഷോർട്ട് വീഡിയോ ആയിപ്പോയി. സോ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാൻ വേണ്ടി ഞാൻ സൈനിങ് ഓഫ്. ബൈ. അടുത്ത വീഡിയോ കാണുമ്പോൾ